ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡെൻറ്റൽ സ്പെഷ്യാലിറ്റീസിനെ പറ്റിയാണ്. അപ്പം സാധാരണ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പം ഇപ്പോൾ ലങ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലങ് സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും കാണിക്കുന്നത്. അതേപോലെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത്. നമ്മുടെ വായിലാകെ 32 പല്ലുള്ളെങ്കിലും ഡെൻറ്റലിൽ 9 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ 9 സ്പെഷ്യാലിറ്റിയെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിസ്റ്റിനെ പറ്റിയാണ്. ഓറൽ മെഡിസിൻ എന്ന് വെച്ചാൽ സിമിലർ ടു ജനറൽ മെഡിസിൻ ആണ്. അപ്പം വായിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ക്യാൻസർ ആവാം, അല്ലെങ്കിൽ അൾസർ ആവാം. അപ്പോൾ അതിനൊക്കെ ചികിത്സ തരുന്നത് ഒരു ഓറൽ മെഡിസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. അതേസമയം അവർക്ക് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി ഉണ്ട്. അപ്പം ഒരു സാധാരണ റേഡിയോളജിസ്റ്റ് ഡ്യൂട്ടിയാണ് അവർക്കും. അപ്പം എന്തെങ്കിലും സ്കാൻസ് നമ്മൾ വായുടെ ഏതെങ്കിലും സ്കാൻ എടുക്കുമ്പം യൂഷ്വലി നമ്മൾ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിസ്റ്റിനെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റിയാണ് പബ്ലിക് ഹെൽത്ത് ഡെൻറ്റിസ്റ്റ്. പബ്ലിക് ഹെൽത്ത് ഡെൻറ്റിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യും. ഓരോരോ സ്കൂളിൽ പോയി ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ സാധാരണ പബ്ലിക്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പബ്ലിക് ഹെൽത്ത് ഡെൻറ്റിസ്റ്റ് ജോബ്. മൂന്നാമത്തെ സ്പെഷ്യാലിറ്റിയാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ. ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയി എന്നിട്ട് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ പല്ലിൻ്റെ ചുറ്റിനുമുള്ള ഏതെങ്കിലും സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നത് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജനാണ്. പിന്നെ പല്ല് ഇപ്പം എല്ലിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയിരിക്കുവാണെങ്കിലും അതൊരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ആയിരിക്കും അത് എടുക്കുന്നത്. നാലാമത്തെ സ്പെഷ്യാലിറ്റി പ്രോസ്റ്റോഡോണ്ടിക്സ് ആണ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പല്ല് മിസ്സിംഗ് ആണ്, ഇപ്പോൾ താഴെ പല്ലില്ല, അപ്പോൾ ആ പല്ല് നമുക്ക് തിരിച്ച് വെക്കണമെങ്കിൽ അത് യൂഷ്വലി നമ്മൾ പോയി കാണേണ്ടത് ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റിനെയാണ്. അവരാണ് ഈ ക്യാപ്പൊക്കെ ഉണ്ടാക്കി തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ സ്പെഷ്യാലിറ്റിയാണ് ഓർത്തോഡോണ്ടിക്സ്. ഇപ്പോൾ പല്ല് നമ്മുടെ നേരെ അല്ല, അലൈൻഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുവാന്ന്, ചിലപ്പം തിരിഞ്ഞു മറിഞ്ഞു ഇരിക്കുമായിരിക്കും പല്ല്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ കാണേണ്ടത് ഓർത്തോഡോണ്ടിസ്റ്റിനെയാണ്. ഓർത്തോഡോണ്ടിസ്റ്റ് കൺഫ്യൂസ് ആവല്. ഓർത്തോപീഡീഷ്യൻ എന്ന് വെച്ചാൽ അത് വേറെയാണ്, ഇത് ഓർത്തോഡോണ്ടിസ്റ്റ് ആണ്. ഓർത്തോപീഡീഷ്യൻ എല്ലിൻ്റെ ഡോക്ടറാണ്, ഓർത്തോഡോണ്ടിസ്റ്റ് പല്ലിൽ കമ്പി ഇടുന്ന ഡോക്ടറാണ്. അടുത്ത സ്പെഷ്യാലിറ്റിയാണ് പെരിഡോണ്ടോളജി അല്ലെങ്കിൽ ഒരു പെരിഡോണ്ടിസ്റ്റ്. പെരിഡോണ്ടിസ്റ്റ് മോണയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പോൾ പല്ലെങ്ങാനും ആടുന്നുണ്ടെങ്കിൽ അത് മോണ വീക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബ്രഷ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ആ സമയത്തൊക്കെ പോയി കാണേണ്ടത് ഒരു പെരിഡോണ്ടിസ്റ്റിനെയാണ് അല്ലെങ്കിൽ ഒരു ഗം സ്പെഷ്യലിസ്റ്റിനെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണ് കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ്. അതെന്ന് വെച്ചാൽ കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി അല്ലെങ്കിൽ എൻഡോഡോണ്ടിസ്റ്റ് എന്ന് പറയും ആ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറിനെ പറയുന്നത്. അവർ സാധാരണ റൂട്ട് കനാലാണ് ചെയ്യുന്നത്. അപ്പോൾ പല്ലിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ യൂഷ്വലി അത് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുന്ന ഡോക്ടേഴ്സാണ് എൻഡോഡോണ്ടിസ്റ്റ്. ലാസ്റ്റ് സ്പെഷ്യാലിറ്റിയാണ് ഓറൽ പാത്തോളജി അല്ലെങ്കിൽ ഓറൽ പാത്തോളജിസ്റ്റ്. ഇവരുടെ സെയിം ആണ്. ഒരു ജനറൽ പാത്തോളജിസ്റ്റ് കൂട്ട് തന്നെയാണ് ഇവർ ഓറൽ പാത്തോളജിസ്റ്റും. അപ്പോൾ സപ്പോസ് എന്തെങ്കിലും അൾസേഴ്സോ എന്തെങ്കിലും ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് നമ്മുടെ വായിൽ ചുറ്റിനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് എക്സൈസ് ചെയ്തിട്ട് ബയോപ്സിക്ക് വിടും, എന്നിട്ട് അത് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിച്ച് തരും. അപ്പോൾ ഇതാണ് 9 സ്പെഷ്യാലിറ്റി നമുക്ക് ഡെൻറ്റൽ ഇവിടെ അവൈലബിൾ. ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിൽ ഈ 9 സ്പെഷ്യാലിറ്റിക്കും ഡെൻറ്റിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എനി ടൈം എപ്പോഴേലും അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് വന്നാൽ മതി. ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ, ഹെൽത്ത് ഇസ് ഹാപ്പിനെസ്.